നാളെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം. ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള പ്രത്യേക പരിശോധനകളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മയക്കുമരുന്ന് കേസുകളിൽ ജില്ലയിൽ എക്സൈസ് മാത്രം അറസ്റ്റ് ചെയ്തത് 853 പേരെ. കഴിഞ്ഞ ലഹരിവിരുദ്ധ ദിനം മുതൽ ഈ ജൂൺ 24 വരെയുള്ള കണക്കാണിത്. ഇക്കാലയളവിൽ 13,273 കേന്ദ്രങ്ങളിൽ എക്സൈസും പോലീസും വനംവകുപ്പും ചേർന്ന് 317 ഇടങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും കർശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് എക്സൈസിന്റെ തീരുമാനം. ഇതുവരെ പിടികൂടിയ ലഹരി വസ്തുക്കളുടെയും അനുബന്ധ വസ്തുക്കളുടെയും കണക്ക് ഇങ്ങനെയാണ്: കഞ്ചാവ് 234 കിലോഗ്രാം, ഹെറോയിൻ 29.78 ഗ്രാം, ബ്രൗൺ ഷുഗർ 13.47 ഗ്രാം, ഹാഷിഷ് ഓയിൽ 2752 ഗ്രാം, MDMA 182 ഗ്രാം, ഗ്യാസ് സിലിണ്ടർ 3000. പിടിച്ചെടുത്ത മൊബൈൽ 20,000. പുകയില ഉൽപ്പന്ന വിൽപ്പനയ്ക്ക് പിഴയടപ്പിച്ചത് 14,56,100 രൂപയാണ്. പരിശോധനകളിൽ പിടിച്ചെടുത്തത് 6,25,000 രൂപ. വാഹന പരിശോധന 49,535 എണ്ണം. NDPS കേസുകൾ 864. കഴിഞ്ഞ 5.5 വർഷത്തിനുള്ളിൽ ലഹരിക്ക് അടിമപ്പെട്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള ചാലക്കുടി വിമുക്തിയിൽ മാത്രം ചികിത്സ തേടിയെത്തിയത് 17,586 പേരാണ്. 1000-ലേറെ പേരെ കിടത്തി ചികിത്സിച്ചു. 2020 മുതൽ കഴിഞ്ഞ മെയ് 31 വരെയുള്ള കണക്കാണിത്. 2018-ലാണ് സർക്കാർ വിമുക്തി എന്ന പേരിൽ ഡി അഡിക്ഷൻ സെന്റർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചത്. പിന്നീട് ഓരോ വർഷവും ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ്. PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ് സാർക്കേസ് ഈസ് ദ പാത്ത്. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ്.